ഹലോ കൂട്ടുകാരെ, കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കണത് കണ്ടാലോ? ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. അത് പൊട്ടിയാൽ 2 വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചു. അതിനുശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് ഇളക്കി. അതൊന്ന് പകുതി മൂപ്പാവുമ്പോൾ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, അത് നീളത്തിൽ വേണമെങ്കിലും വട്ടത്തിൽ വേണമെങ്കിലും അരിയാട്ടോ. അതിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം 2 വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 2 വാളംപുളി പിഴിഞ്ഞ് വെച്ചത് അതിലേക്ക് ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിന് പാകത്തിന് ഉപ്പ്, ശകലം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇളക്കി. അതിന് ശേഷം കുറച്ച് കുറുകിയതിന് ശേഷം ശർക്കര പാകത്തിനിടുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം കേട്ടോ. പാകത്തിന് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ശർക്കര ഇട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഒരു നുള്ള് കായപ്പൊടി ഇട്ടു, ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് ഇളക്കി. അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ നല്ലോണം വെള്ളം വറ്റാൻ പാടില്ല, ചെറിയ ലൂസിൽ വേണം, അല്ലെങ്കിൽ അത് ഇരുന്ന് കുറുകുള്ളൂ, പിന്നെ കട്ടിയായി പോകും. അപ്പോൾ അതങ്ങനെ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു കുപ്പിയിലാക്കി വെച്ച് ഉപയോഗിക്കുക. നിങ്ങളുണ്ടാക്കി നോക്കുന്നുണ്ടോ?